ഗായ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ജസ്റ്റ് ഒരു 30 റുപ്പിക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബൊക്കെ ഇന്നാക്കാം. അപ്പം ഞാൻ എന്തായാലും ഇനി അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ക്ലേ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഹാർട്ടിന്റെ ഷേപ്പ് ഉണ്ടാക്കി. ഇത് ഫെവിക്രിലിന്റെ മോൾഡിറ്റ് ക്ലേ ആണ്. ഈ ഒരു ക്ലേന് ജസ്റ്റ് ഒരു 25 റുപ്യ അങ്ങാറ്റേ വരുന്നുള്ളൂ. ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ രണ്ടെണ്ണായിട്ട് ഉണ്ടാവും, ഒന്ന് റെസിൻ ബേസും ഒന്ന് ഹാർഡർ ബേസും. നമുക്ക് ആവശ്യമുള്ളത്ര ഈ ഒരു റെസിൻ ബേസും ഹാർഡർ ബേസും ഒരേ എമൗണ്ടിൽ എടുത്തിട്ട് രണ്ടും മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് തന്നെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഇതുവരെ ഒരു വൈറ്റ് കളറിൽ കിട്ടും. ഈ ഒരു ക്ലേ വെച്ചിട്ടാണ് നമ്മൾ കുറെ സംഭവങ്ങൾ ആക്കി. ഇത് രണ്ടും മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രമേ അത് എയർ ഡ്രൈ ആയിട്ട് പോകും. രണ്ടും വേറെ വേറെ ആയെങ്കിൽ ഒന്നും ആവും. ഇനി അങ്ങനെ ഈസി ആയിട്ട് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ളത്ര ക്ലേ എടുത്തിട്ട് അത് കൈമ വെച്ചിട്ട് ഉരുട്ടിയിട്ട് ഒരു ബോൾ പോലെ ആക്കി. എന്നിട്ട് ഈ ബോൾ എന്ത് ചെയ്യുക, ഗുളികേന്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുക. എന്നിട്ട് ആടുന്ന് ഇതിന്റെ സെന്ററിൽ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആക്കി കഴിഞ്ഞിട്ട് രണ്ടാമതെടുത്ത വീഡിയോ ആണ്. ഫസ്റ്റ് എടുത്ത് വെച്ചത് എന്തോ ഒരു അബദ്ധത്തിൽ ഡിലീറ്റ് ആയി പോയി. വീഡിയോയിലുള്ള പോലെ ഓരോ ഹാർട്ട് ഷേപ്പിന്റെ ഉള്ളിലും ഓരോ വുഡൻ സ്റ്റിക്ക് ആയിട്ട് വുഡൻ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈർക്കണി. അത് ഒരു ദിവസം ഫുൾ ആയിട്ട് ഡ്രൈ ആവാൻ. ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ല കല്ല് പോലെ ഹാർഡ് ആയിട്ട് ഉണ്ടാവും. ഞാനൊരു 6 ആക്കി എടുത്തിന്. നിങ്ങൾക്ക് എത്ര ഇഷ്ടമുള്ള അതുപോലെ. അത് മാത്രമല്ല, ഇത് ഹാർട്ട് ഷേപ്പിൽ തന്നെ ആക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ക്യാൻഡീന്റെ ഷേപ്പിലാ, അതും അല്ലെങ്കിൽ ബോന്റെ ഷേപ്പിലാ, അങ്ങനെ ഏത് ഷേപ്പിലും നമുക്ക് ഇത് പെയിന്റ് ചെയ്യാം. ആകപ്പാട് നമുക്ക് 2 കളർ മതി, ഒരു റെഡും ഒരു വൈറ്റ്. തന്നെ കുറച്ച് വൈറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്തൊരു കുറച്ചൊരു പൊടിക്ക് റെഡ് ചേർത്ത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളർ കിട്ടും. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഒരു ഹാർട്ടിന് അടിച്ചു. പെയിന്റ് ചെയ്യുമ്പോൾ തീരെ വെള്ളമില്ലാണ്ട് അടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടും. ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടി ഞാൻ ഇതൊരു തെർമോക്കോളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കും. ഇതുപോലെ എവിടെയെങ്കിലും ഇറുക്കി കൊടുത്താൽ പെയിന്റ് ഒന്നും എടി തട്ടാണ്ട് നല്ല വൃത്തിക്ക് കിട്ടും. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ചും കൂടി റെഡ് ചേർത്താൽ അതിനെക്കാട്ടിയും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കളർ നമുക്ക് അടുത്ത ഹാർട്ടിലേക്ക് അടിച്ചു കൊടുക്കാം. അതുപോലെ റെഡ് ചേർത്ത് അതിൻ്റെ കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡ് ആക്കിയിട്ട് എല്ലാ ഹാർട്ടിനും അതുപോലെ കളർ. റെഡിന്റെ ബോട്ടിലിൻ്റെ അകത്ത് കുറച്ചുപോലും പെയിന്റ് ഉണ്ടായില്ല. ഞാൻ അതിന്റെ ആത്മാവ് വരെ എടുത്തിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ആണ് കൂടുതൽ വേണ്ടത്. റെഡ് ഒരു പൊടിക്ക് മതി. ഇപ്പം നിങ്ങളതിൽ റെഡ് ഇല്ലെങ്കിൽ ഗ്രീനാ, യെലോവാ, ഓറഞ്ചാ, ബ്ലൂവാ, അങ്ങനെ എല്ലാ കളറും വെച്ചിട്ട് ഇതുപോലെ വൈറ്റിൽ മിക്സ് ചെയ്തിട്ട് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ആക്കിയിട്ട് കൊടുത്താൽ നല്ല രസമുണ്ടാവും. ഞാൻ വേറൊരു വീഡിയോൻ്റെ അകത്ത് ഇതിന്റെ വേറൊരു ഗ്രീൻ ഷെയ്ഡിൽ നമുക്ക് ആക്കാം. അങ്ങനെ പെയിന്റ് ചെയ്ത് ലാസ്റ്റ് ഞാൻ ഇത് നല്ല ഡാർക്ക് കളർ റെഡും കൂടി അതിന് കൊടുത്ത്. അങ്ങനെ നമ്മൾ 6 ഹാർട്ടും പെയിന്റ് ചെയ്ത് വെച്ചിന്. ഇനി അതിന്റെ ആ സ്റ്റിക്കിനും കൂടി വൈറ്റ് പെയിന്റ് കൊടുക്കണം. ഇതുപോലെ എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും കൊടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ആ റെഡ് പെയിന്റ് ഉണങ്ങിയതിന് ശേഷം പിന്നെ അടിയിൽ വൈറ്റ് കൊടുക്കേണ്ടി വരും. പെയിന്റ് അടിച്ചിട്ട് ഒരു ഫുൾ ഡേ അത് ഉണങ്ങാൻ വേണ്ടിട്ട് വെക്കണം. അപ്പൊ നമുക്ക് നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ പേപ്പർ ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു A4 ഷീറ്റാണ് എടുക്കുന്നത്. ഇനി ഈ ഒരു A4 ഷീറ്റിൽ സ്കെച്ച് പെന്നോ മാർക്കറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മൊത്തത്തിൽ അങ്ങ് ഗ്രിഡ് ഇട്ടിട്ട് കൊടുക്കും. ഞാൻ ആ ഒരു ഹാർട്ടിന് റെഡ് തീം അല്ലെങ്കിൽ പിങ്ക് തീമിൽ കൊടുത്തോണ്ടാണ് ഈ ഒരു A4 ഷീറ്റ് ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ എടുത്തത്. നിങ്ങൾക്ക് ഈ ഒരു ബൊക്കെ യെല്ലോ കളർ തീമില അല്ലെങ്കിൽ ബ്ലൂ കളറില ഗ്രീൻ കളറില അങ്ങനെ ഡിഫറെന്റ് കളേഴ്സിൽ നിങ്ങൾക്ക് ഇത് അങ്ങനെ മൊത്തത്തിൽ ഗ്രിഡ് ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിൽ ആടി ആയിട്ട് കുറച്ച് ബോവും കൂടി വരച്ചു കൊടുക്കുക. ബോ വരക്കുമ്പോൾ നമ്മൾ എടുത്ത കളർ ഏതാണോ അതിന്റെ ഡാർക്കർ ഷെയ്ഡിലായിരിക്കണം വരക്കേണ്ടത്. ഇനി നമുക്ക് ബൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റിക്കിൽ ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് തെർമോക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബേസ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. ബേസ് കുറഞ്ഞ തെർമോക്കോൾ ആയിട്ട് ഞാൻ ഇതുപോലത്തെ 3 എടുത്തിട്ട് സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. ബേസ് സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഓരോ ഹാർട്ടും അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ഓരോന്നും ഓരോ ഹൈറ്റിലായിട്ട് താഴത്തും മുകളിലും അങ്ങനെയുള്ള ഇതിൽ വേണം വെക്കാൻ. ഇനിയാണ് എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ടും കൺഫ്യൂഷൻ ആയിട്ടും ഉള്ള കാര്യം ചെയ്യാൻ പോകുന്നത്. ബൊക്കെ എങ്ങനെ കെട്ടും അല്ലെങ്കിൽ ബൊക്കെ എങ്ങനെ സെറ്റ് ആക്കുന്നുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ ഈസി ആയിട്ട് ബൊക്കെ സെറ്റ് ആക്കുന്നുള്ളത് ഞാൻ പറഞ്ഞു. പ്രത്യേകം പറയാണ്ട് തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത ആളെന്നെ എനിക്ക് മനസ്സിലാക്കി വെച്ചു കൊടുത്ത തെർമോക്കോൾ A4 ഷീറ്റിന് നടുക്കായിട്ട് വെച്ചിട്ട് 2 സൈഡിൽ ഇതുപോലെ മടക്കിയിട്ട് ഒട്ടിച്ചു. അടിയിലത്തെ ഭാഗവും ഇതുപോലെ 2 സൈഡോട്ടും മടക്കിയിട്ട് ആദ്യം സെലോ ടേപ്പ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കും. എന്നാലും നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് മാത്രമല്ല, ഇതുപോലെ എക്സ്ട്രാ ഒരു ഷീറ്റിലും കൂടി ഞാൻ ഇതുപോലെ വരച്ചിട്ട് ആ ഒരു ഷീറ്റ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വെച്ചിട്ട് ആ തെർമോക്കോൾ കാണാത്ത രീതിയിൽ സെലോ ടേപ്പ് വെച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അതിന്റെ അറ്റത്തും കൂടിയിട്ട് കുറച്ചൊന്ന് വൃത്തിക്കായിട്ട് മടക്കിയിട്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ 2 സൈഡും ചെയ്തെടുക്കണം. ഇനി ഒരു ബോവും കൂടി വെച്ചു കൊടുത്ത് നമുക്ക് ഈസി ആയിട്ട് അഫോർഡബിൾ ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു ബൊക്കെ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഗൈസ്, ബൈ.